ഞാൻ ഒരു ഫോട്ടോഗ്രാഫറാണ്. പുതിയ ക്യാമറയിൽ അക്ബർക്ക് നോക്കുകയാണെന്നുവെച്ചെങ്കിൽ എങ്ങനെയാണ് ഈ ഒരു ഫീൽഡിൽ എത്തിപ്പെട്ടത്? കുഞ്ഞിലെ തൊട്ടിട്ട് എഴുതാനുള്ള ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നു? ഇല്ലല്ലോ. അതല്ല, പാട്ട് പാടോ? ഞാൻ പാടില്ല. നീ എവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഇത് തന്നെയാണല്ലോ അതിന്റെ വിധി. ആദ്യം ഉണ്ടായിരുന്ന ബാൻഡില് എന്തോ പാട്ടൊക്കെ ശരിയാക്കാൻ വേണ്ടി ഹിന്ദി പഠിക്കാൻ വേണ്ടിട്ട് ഒരു പെണ്ണിന്റെ നമ്പർ കൊടുത്തു, ബാൻഡിന്റെ മാനേജർ. അത് ഇവളുടെ നമ്പറാ കൊടുത്ത് ഇവൻ കയറി വളച്ചോ. പിന്നെ ആരെങ്കിലും എടുത്തു വന്നിരുന്നിട്ട് ഈ പാട്ട് പാടിയിരുന്ന പാട്ട് ചോദിക്കും, എവിടെ കേട്ടിട്ടുണ്ട്, പക്ഷെ ഏതാ പാട്ടും ചോദിക്കും. പക്ഷെ വിറ്റ് എന്താ വെച്ചാൽ ഇതൊക്കെ പഠിപ്പിച്ചു കൊടുത്തതിന് ശേഷം ആളതൊക്കെ മറന്നു. ഓരോ ആളുകളുടെ കമന്റുകൾ കാണുമ്പോ അറിയാണ്ട് എഴുതി പോകുന്നതാണ്. ഏഷ്യാനെറ്റിന്നൊക്കെ വിളിച്ചിട്ടുണ്ട്, ഇന്റർവ്യൂ കണ്ടു കഴിഞ്ഞിട്ട് വന്ന് തല്ലുവോ? കമന്റ്സിലൊക്കെ മാക്ബ്രോവിൽ ആരാ എവിടെ വെച്ചിട്ടുണ്ടായാലും തല്ലി കൊല്ലണം. ഊക്കാൻ മറന്നുപോയി, ഊക്ക് മേടിച്ചോണ്ടിരിക്കുന്നൊക്കെ. ആദ്യമൊക്കെ നെഗറ്റീവ് വരുമ്പോ ഇതെന്തെങ്ങനെ വരുന്നേന്നുള്ള ഒരു ഫീൽ ഉണ്ട്. നമുക്കത് ആദ്യമില്ല അവസാനമില്ല, ഞങ്ങൾക്ക് കൊല്ലങ്ങളായിട്ട് കേട്ടോണ്ടിരിക്കുന്ന സാധനം. ഇത് ഇന്നലെ തുടങ്ങിയതല്ലാതെ അക്ബറിന് എന്തും പറയാനുള്ള ലൈസൻസ് കൊടുത്തിട്ട് ഇയാൾ ക്ഷമിച്ചിരിക്കും. കോഴ്സ് പാടാൻ സപ്പോർട്ടിംഗ് ആക്ടറായിട്ട് അക്ബർക്ക് എന്നെ ക്ഷണിക്കുന്നു. ശരി. മോലാ 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 മേരെ മോലാ 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 മേരെ മോലാ 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 മോലാ. അക്ബർക്ക് നോക്കുകയാണെന്നുവെച്ചെങ്കിൽ എങ്ങനെയാണ് ഈ ഒരു ഫീൽഡിൽ എത്തിപ്പെട്ടത്? കുഞ്ഞിലെ തൊട്ടിട്ട് എഴുതാനുള്ള ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നു? ഇല്ലല്ലോ. ഇല്ല. ഇല്ലല്ലോ. പിന്നെ ഓരോ ആളുകളുടെ കമന്റുകൾ കാണുമ്പോ അറിയാണ്ട് എഴുതി പോകുന്നതാണ്. ഇത് അങ്ങനെയല്ലാന്ന് പറയാം. ഞങ്ങളുടെ PR-നെ നെടുന്തൂടാണ് ഏറ്റവും അധികം കമന്റ് ഇട്ടതിന്റെ അവാർഡ് പുള്ളിക്കാണ്. ഏഷ്യാനെറ്റിന്നൊക്കെ വിളിച്ചിട്ടുണ്ട്, ആളുകളുടെ PR വരെ എന്നെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. അല്ല, അക്ബർക്കാട് എല്ലാ വീഡിയോസിലും ഒരു കമന്റ് നിർബന്ധം. ഈ അക്ബർക്കാട് ഭാഗത്തുണ്ടാവും, അതൊരു ഷീറ്റ് ഉണ്ടാവും, വലിയൊരു കമന്റ് ആയിരിക്കും. നല്ല രസമായിട്ട് കവിയാണല്ലോ കമന്റ് ഒക്കെ ഞാൻ ഒരു ഫോട്ടോഗ്രാഫറാണ്. ഫോട്ടോഗ്രാഫി തുടക്കം അങ്ങനെയായിരുന്നു എന്റെ ഫീൽഡ്, അതാണ്. അതുപോലെ ആൽബം ക്രിയേറ്റ് അങ്ങനത്തെ സംഭവങ്ങളാണ്. പിന്നെ ഇവങ്ങോട്ട് ചാടിയത് കാലം മാറിയപ്പോ ആ ഒരു അപ്പൊ ഇവരുടെ കൂടെ ഇപ്പൊ ജോയിൻ ചെയ്തിട്ട് മീൻസ് അല്ല, ഇവിടെ തുടങ്ങുന്നത് മുതൽ ഇവരോടൊപ്പം ഉണ്ട്. അതായത് ഇങ്ങോട്ട് മാറാൻ നമുക്ക് ഒരുമിച്ച് നിൽക്കാം എന്നുള്ള ഒരു പ്ലാൻ വന്നപ്പോ അതില് ഇൻക്ലൂഡ് അക്ബറിന് എന്തോ ഒരു പ്രശ്നം വന്നു. ആ സമയത്ത് ഇയാൾ ക്യാമറ വിറ്റു, അക്ബറിന് കൊടുത്തു. ഭയങ്കര ഇവര് ഭയങ്കര സൂഫിയാണ്. അക്ബർക്ക് ഇയാള് ഭയങ്കര സൂഫിയാണ്. ഇയാളെ വിളിക്കുന്ന അക്ബർ സൂഫി തന്നെ ഞങ്ങള് കാര്യമാണ് പറയണത്. കാരണം ഇയാൾ ഭയങ്കര ദാനം മൈൻഡ് ഉള്ളവരാണ്. ക്ഷമ കുറച്ച് കൂടുതലാണ് ഇയാൾക്ക്. എന്തായാലും അങ്ങനെ പിന്നെ വേറെ സംഭവമൊന്നുമില്ല. അങ്ങനെ ഞങ്ങൾ ഒരുമിച്ച് അക്ബറിനെ വളർത്തിയത് ഇയാളാണ്. അക്ബറിന് എന്തും പറയാനുള്ള ലൈസൻസ് കൊടുത്തിട്ട് ഇയാൾ ക്ഷമിച്ചിരിക്കും. തിരിച്ചറിയില്ല അന്ന് തന്നെ പറഞ്ഞെങ്കിൽ അവൻ നന്നായിനെ. ക്യാമറ ഇട്ടതോടെ ഫോട്ടോഗ്രാഫി ഫീൽഡ് വിട്ടാ അത് മാറി. അതെ, ആ ഫീൽഡ് തന്നെ നിർത്തിയാണ്. അപ്പൊ ഇപ്പൊ ഇനി എന്താ പ്ലാൻ? ഇനി തന്നെ ഇവരോടൊപ്പം ജോയിൻ ചെയ്തിട്ട് മ്യൂസിക്കൽ വർക്കുകള് അതിന് പുള്ളിയുണ്ട്, ഒരുപാട് വർക്കുകൾ ചെയ്യുന്നുണ്ട്. പിന്നെ നമ്മുടേതായിട്ടുള്ള കുറെ ട്രഡീഷണൽ സാധനങ്ങളുണ്ട്, അതുണ്ട്. ഇപ്പൊ നമ്മുടെ ഓഡിയോ പരിപാടികളിലൊക്കെ പുള്ളിയുടെ ഒരുപാട് വർക്കുകൾ കണ്ടിന്യൂസ്ലി നടന്നുകൊണ്ടിരിക്കുന്നു. ഇനി ക്യാമറ തിരിച്ചു കിട്ടിയ പിന്നെ ഫോട്ടോഗ്രാഫി തുടരുമോ? അല്ല, ക്യാമറ ഒക്കെ ഉണ്ട്. ഞങ്ങൾ എവിടെ ക്യാമറ ഒക്കെ മേടിച്ചിട്ടുണ്ട്. പക്ഷെ അത് പുതിയ ടെക്നോളജി. പുതിയ ക്യാമറയിൽ എവിടെ ഞെക്കണ്ടേന്ന് അറിയില്ല. അറിയാം, നിങ്ങളെ അറിയുന്നുണ്ടാവും. ഞങ്ങള് അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ അത്രേ ഉള്ളൂ. മെയിനായിട്ട് അതാണ് ഞങ്ങളെ ഒരു പരിപാടി. ഫ്രണ്ട്സുകളും അവിടെ ഞങ്ങൾ ഒരുമിച്ച് കൂടി കഴിഞ്ഞാൽ ഞങ്ങളൊരു ഹീലിംഗ് മൊമെന്റ് ഇതാണ്. ഇങ്ങോട്ടും എന്തൊക്കെ സ്ട്രെസ് ഉണ്ടെങ്കിലും ഒരുമിച്ച് ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഊക്കിയിട്ട് ഞങ്ങൾ തന്നെ ഊർജ്ജം കണ്ടെത്തും. അതാണ് നമ്മളെ പരിപാടി. ഡൗൺ ആയിരിക്കണ പരിപാടി ഇല്ല നമ്മളെ വില്ലയില്. അതിൽ ഞങ്ങളുടെ കൂട്ടത്തിൽ ഒരുത്തനും കൂടി ഉണ്ട്, മിസ്റ്റർ അത് സാബു എന്ന് പറയും. അതായത് ഞങ്ങളുടെ അവിടുത്തെ സൗണ്ട് എഞ്ചിനീയർ ഗുരു. ഇപ്പൊ ഇവിടെ വന്നിട്ടില്ല. ഈ വക സംഭവങ്ങൾ മുഴുവൻ പഠിപ്പിച്ചു കൊടുത്താൽ ഇതൊക്കെ പഠിപ്പിച്ചു കൊടുത്തതിന് ശേഷം മറന്നുപോയി. ഊക്കാൻ മറന്നുപോയി, ഊക്ക് മേടിച്ചോണ്ടിരിക്കുന്നൊക്കെ. അങ്ങനെ തിരിച്ചു പറയും. മൂർച്ചയുള്ള പണ്ടത്തെ മാതിരി മൂർച്ച കിട്ടണില്ല എന്ന് പറയുമ്പോഴും തളർന്ന് അവശകലാകാരനായി ഇപ്പൊ. ശിഷ്യന്മാര് കയറി ഇപ്പൊ ആരെ കൂട്ടത്തില് റോക്കായി നിൽക്കുന്നത് ഇവരാണ് ഫസ്റ്റ്, സെക്കൻഡ് അക്ബർ. അപ്പൊ നമ്മൾ ഇതിന്റെ ഫസ്റ്റ് പറഞ്ഞു ഒരു വേർഡ് അക്ബറിന് ഭയങ്കര താഴ്ത്തി
സത്യത്തിൽ ആ വേർഡ് അടിക്കണെന്നുണ്ടെങ്കിൽ അത് ഇവനാണ്. അല്ല സത്യത്തിൽ ആ വേർഡ് ഞാനും അക്ബർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്ന ചില സാധനമാണ് അക്ബർക്കാക്ക് അവിടെ ഭയങ്കരമായിട്ട് മേത്തേക്ക് എടുത്തിട്ടുള്ളത്. ഇവൻ പറയരുതായിരുന്നു. ഇനി ഒരിക്കലും ഇനിയിപ്പോ എപ്പോഴേലും ഞാനൊക്കെ എനിക്ക് പോണെന്നുണ്ടെങ്കിൽ ഒരിക്കലും ഞാൻ അങ്ങനത്തെ വാക്കുകൾ പറയാത് പഠിപ്പിച്ചത് പറയരുത്. അത് നമ്മളായിട്ട് തമാശക്ക് പറയുന്ന ചില കാര്യങ്ങളാ. അത് ഇത്ര സീരിയസ് ആവും ഇല്ല, നമ്മള് പ്രതീക്ഷിച്ചില്ല. ആ ഗെയിമിന്റെ ഞങ്ങളുടെ ലൈവ് കണ്ടതാ, അപ്പോൾ നമുക്കത് വലിയ സംഭവമായിട്ട് തോന്നില്ല. പിറ്റത്തെ ദിവസം അത് പ്രൊമോയില് വന്നപ്പോഴാണ് കളി മാറിയത്. അവരത് പ്രൊമോ ഭയങ്കര നെഗറ്റീവ് ആക്കിയിട്ട് മ്യൂസിക് ഒക്കെ ഇടുമ്പോ തന്നെ പ്രശ്നം. ഒന്നങ്ങോട്ട് മോണോ ആക്കി മ്യൂസിക് കൊണ്ട് കൊടുക്കുമ്പോ വിഷയം മാറണേ. അതാണ് സംഭവം. അതിപ്പോ ഇങ്ങനെ പറയില്ലേ, നമ്മള് പ്രൊമോ കാണുമ്പോ അത് എപ്പിസോഡ് വരുമ്പോ അത്ര ഒന്നും ഇല്ലാന്ന് പറയില്ലേ, അതാ പ്രൊമോ വേണ ആൾക്കാർ കേറി കാണും. അത് കണ്ടിട്ടല്ലേ ബാക്കി ചെയ്യും. അതല്ല, പാട്ട് പാടുവോ? ഞാൻ പാടില്ല, ലിറിക്സ് മാത്രം. പാട്ട് പാടുന്ന ആളാ അക്ബർ ബ്രോ തീരെ പാടത്തില്ല. ചെറുതായിട്ട് ഏറ്റവും അധികം പാടുന്ന അക്ബർ, രണ്ടാം സ്ഥാനത്ത് ഫായിസ്, മൂന്നാം സ്ഥാനത്ത് സാബു. സാബുനെ ഞങ്ങൾ ഇങ്ങനെ മിസ് ചെയ്യുന്നുണ്ട്. വേണമെങ്കിൽ സാബുവിനെ നമുക്ക് വിളിച്ചു വരുത്താണെങ്കിൽ. അപ്പൊ പാടാ, നമുക്ക് കവാലി പാടാം. അതെ, കോറസ് പാടാൻ സപ്പോർട്ടിംഗ് ആക്ടറായിട്ട് അക്ബർഖാനെ ക്ഷണിക്കുന്നു. ശരി, ലിറിക്സ് പാടും. ആവശ്യമുണ്ടോന്നൊരു ചോദ്യം. മൗലാ 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 മേരെ മൗലാ, മൗലാ 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 മേരെ മൗലാ, മൗലാ 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 മൗലാ, മൗലാ 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 മൗലാ, ദരാരെ ദരാരെ മാദേവ മൗലാ, മറമ്മത്ത് मुकद्दर की कर दो मौला मेरे मौला, मौला 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 मेरे मौला, मौला 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 मेरे मौला. പാടാൻ പറ്റില്ല, മൂക്കടഞ്ഞ്. ശരി, നേരത്തെ പറഞ്ഞതാ. ഇതാ ഒട്ട് വരുമ്പോ പറയാ സാബുക്ക സാബുക്കാക്കിന് പ്രശ്നമില്ല. സാബുക്ക ആസ്വാദന ശേഷി നഷ്ടപ്പെട്ടു പോയ ഒരു കലാകാരനാണ് സാബുക്ക. നല്ല പാട്ടുകാരനായിരുന്നു. ഇപ്പൊ പാട്ട് ആസ്വദിക്കാൻ പറ്റില്ല. മെലോഡിനൊക്കെ ചെയ്യുന്നവർക്ക് പ്രശ്നമുണ്ട്. അവര് കണ്ടു കഴിഞ്ഞിട്ട് വന്ന് തല്ലുവോ? ഈ ഉണ്ടല്ലോ സ്റ്റുഡിയോയില് ഈ മെലോഡിനൊക്കെ ചെയ്യുന്ന പെർഫെക്റ്റ് വേർഷൻ അല്ല അവർ കേൾക്കുന്നത് MP3. അപ്പൊ അത് കേട്ടിട്ട് പിച്ചോട്ടൊക്കെ പാടി എന്തൊക്കെ ആ സാധനമാണ്. അവിടെ ഇപ്പൊ ഔട്ടൊക്കെ കേട്ട് കഴിഞ്ഞാൽ അപ്പൊ ഇങ്ങനെ എല്ലാവർക്കും ചീത്തേക്കും. അക്ബറിന് കേൾക്കും, ഇവന് കേൾക്കും, പറഞ്ഞവർക്കൊക്കെ അവന്റെ ചീത്തേക്കും. അപ്പൊ ഇനി ഇത് ഔട്ട് വന്നല്ലേ പറയാ, എടാ അത് ഫുൾ ഔട്ടാന്ന് ഇതില് പറയൂ പാട്ട് പാടിയത്. ശരിക്കും പാട്ടേതൊക്കെ ചോദിക്കും. നിങ്ങളുടെ ഈ സർക്കിളിന്റെ ഇടയിൽ ഏറ്റവും കൂടുതൽ ബാഡ് അടിച്ച ഒരു സംഭവം അല്ലെങ്കിൽ നെഗറ്റീവായ എന്തെങ്കിലും കമന്റ്സോ കാര്യങ്ങളോ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? ഞങ്ങളുടെ ഇടയിൽ നല്ല പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവലുണ്ട്. അടിയല്ല, വർത്താനം ഉണ്ടാവലുണ്ട്. എന്തേലൊക്കെ പ്രശ്നങ്ങളാ, അതൊന്നും മനസ്സിലെടുക്കാനുള്ള ഓർത്ത് വെക്കാനുള്ള കാര്യങ്ങൾ. അത് കുറച്ച് കഴിഞ്ഞാ മന്തിക്കാൻ പോകാന്ന് പറഞ്ഞാൽ അത്രേ ഉള്ളൂ, അതുവരെ ഉള്ളൂ അടി. അതല്ലാതെ പ്രത്യേകിച്ച് അടിപിടിയൊന്നുമില്ല. ഹൈ വോൾട്ടേജിൽ കയറും സംസാരം, അങ്ങോട്ടും ഇങ്ങോട്ടും ഇടക്ക് തെറ്റൊക്കെ ചെയ്യും. അതില് ഞങ്ങള് മറ്റേ എന്താ പറയാ സങ്കര ഭാഷയൊക്കെ ഉപയോഗിച്ച് തെരക്ക് വിളിക്കും. പക്ഷെ അതില്ല, കുറച്ച് കഴിഞ്ഞാൽ തന്നെ അത് ഇപ്പൊ ഒരു ഗ്യാങ് ആണെന്ന് ഓൾമോസ്റ്റ് എല്ലാവരും അറിഞ്ഞു തുടങ്ങിയല്ലോ. അപ്പൊ റെസ്പോൺസ് എന്താ എല്ലാവരുടെ? കമന്റ്സിലൊക്കെ മാക്ബ്രോവില്ലിൽ ആരാ എവിടെ വെച്ച് കണ്ടാലും തല്ലി കൊല്ലണം. അല്ല, നമ്മളെല്ലാത്തിനും കമന്റ് ഉണ്ടാവും. നമ്മളെ ഇപ്പൊ ടീമായിട്ട് കമന്റ് ഉണ്ടാവും, ഇൻഡിവിജ്വലും അതും സഹിക്കണം. വില്ലേന്ന് വരുന്ന കമന്റും ആൾക്കാർ ഇത് സഹിക്കണം. ശല്യായി അതുകൊണ്ട് തന്നെ അക്കൗണ്ടൊക്കെ അടിച്ചു പോയല്ലോ. അക്കൗണ്ടൊക്കെ റിപ്പോർട്ട് അടി തന്നെയാണ് ആൾക്കാർ തൊഴിലില്ലാണ്. അല്ല, ഒരു വട്ടം പോയിട്ടുള്ളൂ. ഇനി ഇതൊന്നും നന്നായിട്ട് വേണം. ഫാൻസിന്റെ ഫീഡ്ബാക്ക് ഒക്കെ ശ്രദ്ധിക്കാറുണ്ടോ? ഫാൻസ് ഒന്നും ഇല്ല, നമുക്ക് അല്ല അത് ബിഗ് ബോസ് അറിയാലോ. ബിഗ് ബോസിനെ ഒരാളെ നമ്മൾ സപ്പോർട്ട് ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും അത് തന്നെയല്ലേ വരുള്ളൂ ഹേറ്റേഴ്സ്. അക്ബർക്കാക്ക് ഫാൻസ് ഉണ്ട് ഒരുപാട്. കൂടുതലും ഫോൺ നമ്മളിലാണ്. ഇല്ല, വൈഫിനെ അറിയാം. അതൊക്കെ സ്ട്രാറ്റജിയാന്ന് പറയുന്നത്.
റോയൽ ഫാമിലി എന്തോ ആണ് റോയൽ ഫാമിലി ഉണ്ട്, വൈഫ് റോയൽ നവാബ് ഫാമിലിയാണ്. ആ സ്റ്റോറി എങ്ങനെ അവരുടെ കണക്ഷൻ അതറിയോ? അത് ആ ടൈമില് ഇൻക്ലൂഡഡ് ആയി കൊച്ചിയില് ആദ്യം ഉണ്ടായിരുന്ന ബാൻഡില് എന്തോ പാട്ടൊക്കെ ശരിയാക്കാൻ വേണ്ടി ഹിന്ദി പഠിക്കാൻ വേണ്ടിട്ട് ഒരു പെണ്ണിന്റെ നമ്പർ കൊടുത്തു, ബാൻഡിന്റെ മാനേജർ. അത് ഇവളുടെ നമ്പറാ കൊടുത്ത് ഇവൻ കേറി വളച്ചു. ഹിന്ദി പഠിച്ച് അവള് മലയാളം. ഭാവി മലയാളം സംസാരിക്കും, ഇയാൾ മലയാളം മാർക്ക്. ഏകദേശം ഒരു കൊറോണ സമയത്തായിരുന്നു. അപ്പൊ പിന്നെ കൊറോണ സമയത്താണ്, പുറത്തിറങ്ങാനും പാടില്ല, നെറ്റ് അൺലിമിറ്റഡ് ആയി കിട്ടുന്നുണ്ടായിരുന്നു. അങ്ങനെ ഫുൾ കോളും പരിപാടിയൊക്കെ ആയി. ഹിന്ദി രസമായിട്ട് സംസാരിക്കും, ഹിന്ദി സംസാരിക്കും. ഓ, അവിടെ പോയി ബിഗ് ബോസിൽ പോയി വന്നായിരുന്നല്ലോ മറ്റേ ഫാമിലി റൗണ്ടില്, അതിനുശേഷം കണ്ടിട്ടുണ്ടായിരുന്നു അല്ലെ? കോണ്ടാക്ട് ഉണ്ടോ? ശരി. ബിഗ് ബിയിൽ കൊണ്ടുപോയ ഡ്രസ്സുകൾക്ക് കൊണ്ടുപോകാൻ വേണ്ടിട്ടൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അല്ലേ? അങ്ങനെ. അപ്പൊ ഇതൊക്കെയാണ് നിങ്ങളുടെ വിശേഷങ്ങൾ. ഞാൻ സുഖമായിട്ടിരിക്കുന്നു. ഇനി അടുത്ത ആരാ പാടുന്നത്? പാട്ടില്ല വേണോ? എന്തിനാ വെറുതെ? ആ പുള്ളി എഴുതിയ ലിറിക്സ്. നിന്റെ പാട്ട് പഠിക്കോ? നിന്റെ പാട്ട് പഠിക്കോ? ഏത് പാട്ട്? ഒരുപാട് പാട്ട് ചെയ്തിട്ടുണ്ട്. എനിക്ക് ഓർമ്മയില്ല, എഴുതി കഴിഞ്ഞാൽ ഞാൻ മറന്നുപോയി. ഈ എഴുതുന്നതിന് ഒരു സ്പെഷ്യൽ ടൈം ഒക്കെ ഉണ്ടോ? എനിക്ക് കുറച്ച് സൗണ്ട് ഇല്ലാതെ ഒരു സമാധാനമായിട്ട് ഒരു സ്ഥലം മാത്രം മതി, അല്ലാതെ അങ്ങനെ സമയമൊന്നുമില്ല. ഏത് സമയത്തും എഴുതാം. അധികം രാത്രിയിലാണ് ഞാൻ എഴുതല്. പാട്ട് എനിക്ക് ഓർമ്മ അല്ല, ലിറിക്സ് കേൾക്കാൻ വേണ്ടിട്ടായിരുന്നു. ലിറിക്സ് രണ്ടുപേരേക്ക് ഓർമ്മ ഉണ്ടാവും. കണ്ണോരം കാണുമേതോ യാഗം നീയാ, കാതോരം കേൾക്കുമേതോ താരകം നീയാ, നീയാണേ ഇശൽ നീയാണേ, ചേലാണേ ഗസൽ പാട്ടാണേ. അങ്ങനൊക്കെയാണ് ആ ബ്രോഡ് എക്സ്പ്രഷൻ. ഇത് ഞാൻ എഴുതിയതാണ്. കൊറേ പാട്ട് എഴുതുണ്ടാവൂലോ, ലിറിക്സ് ഒന്നും ഓർമ്മ ഉണ്ടാവില്ല, പിന്നെ മറന്നു പോവോ? ഞാൻ ഇനി എഴുതുമ്പോ മൈൻഡിൽ വരുന്ന സാധനം എഴുതി വിട്ടു, അത് റെക്കോർഡ് ചെയ്തു, അതൊന്നും ആലോചിച്ച് നിൽക്കേണ്ട കാര്യമില്ല. നമ്മൾ ട്യൂൺ ചെയ്ത പാട്ട് ഇപ്പോ എവിടെയും റെക്കോർഡ് ചെയ്ത പാട്ട് പിന്നെ ആരെങ്കിലും എടുത്തു വന്നിരുന്നിട്ട് ഈ പാട്ട് പാടിയെന്ന പാട്ട് ചോദിക്കും, എവിടെ കേട്ടിട്ടുണ്ട്, പക്ഷെ ഏതാ പാട്ടും ചോദിക്കും. ഇപ്പൊ നിങ്ങളുടെ കമ്പനിക്ക് വേണ്ടിട്ട് ഞാൻ എങ്ങനെ പോയാലും ഒരു 100 പാട്ടിന്റെ അടുത്ത് എഴുതിയിട്ടുണ്ടാവും. എനിക്കറിയില്ല ഏതൊക്കെ, അറിയത്തില്ല. ഇല്ല ഇല്ല ഇല്ല, കുറെ പാട്ടുകൾ എഴുതിയിട്ടുണ്ടാവും. ഇനി അപ്പോ ഫ്യൂച്ചറിൽ ഇനി ആരാ ആക്ട് ചെയ്യുന്ന ഒരു മൂവിക്ക് പാട്ട് എഴുതി കൊടുക്കണം എന്നാണ് ആഗ്രഹം? അടുത്ത മൂവി ചെയ്യണ്ടല്ലോ അവനെ. ചെയ്യാനുള്ള പരിപാടിയിലാണ്, മൂവി തന്നെ ചെയ്യാനുള്ള പരിപാടിയിലാണ്. അങ്ങനൊക്കെ ചോദിച്ചാൽ നടന്നാ നടക്കും, നടക്കും, നടക്കട്ടെ. നല്ല പടം ഒരെണ്ണം കഴിഞ്ഞു, പിന്നിപ്പോ എന്താ നടക്കുക? എന്നാലും ഒരു ഡ്രീം പ്രൊജക്റ്റിൽ ആരെ വെച്ച് ചെയ്യിപ്പിക്കണം? ഇല്ല, അങ്ങനത്തെ ഒരു ഇങ്ങനെ ആലോചിച്ച് വെച്ച് ഭയങ്കരമായിട്ട് ചെയ്യണം അങ്ങനത്തെ മൈൻഡ് ഒന്നുമില്ല. എന്നാലും ഒരു സ്വപ്നം പറ. എന്തിനാ സ്വപ്നൊക്കെ കണ്ടിട്ട് ഇപ്പൊ ഉണ്ടാക്കണം ഇനി പുതിയ സ്വപ്നം. സത്യം വെറുതെ എന്തിനാടാ? നല്ല അങ്ങനൊന്നുമില്ല. ഞാൻ സത്യം പറയാം, എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അവസരം, സമയം, സാഹചര്യം, അതിന് അനുസരിച്ച് പൈസ മുടക്കാനുള്ള ഒരു പ്രൊഡ്യൂസറും കിട്ടിക്കഴിഞ്ഞാൽ നല്ലൊരാൾ ആ സമയത്ത് ആലോചിക്കുക. ഒക്കെ കഥക്കെ വന്നിട്ടല്ല, അതിനനുസരിച്ചിട്ടല്ല. കൊടുത്തോ അടുത്ത ഞാൻ ലാലേട്ടന്റെ ഒരു പടം പറഞ്ഞ പ്രൊമോ നല്ല ചുരുണ്ടാവും. ഏതെന്ന് ആന്റണി പെരുമാവൂര് ആവശ്യത്തിന് തെറിയട്ടേലെ ഏതോ ഓർത്തിരിക്കുന്നേ, ഓർത്തിരിക്കാൻ പറ്റുന്ന നല്ല കേക്കാലോ കേട്ട്. അല്ല എല്ലാം എന്താ പറയാ, ഒന്നിനൊന്നും മെച്ചം ഒരുത്തനോട് പറയാൻ പറ്റിയ തെറിയല്ലേ, എന്തായാലും നല്ല സ്ട്രോങ് ആയിട്ടുള്ള തെറികളാണ് വരല്. PM വരില്ല, ഇപ്പൊ കുറച്ചില്ല, PM അധികം വരില്ല. അവന് അനുമോളുടെ ബെഡ്ഷീറ്റ് കേസിന്റെ ശേഷം എണീറ്റ് പോയില്ലേ, അതിന്റെ ശേഷം ചെക്കൻ പോസിറ്റീവായി. ഇപ്പൊ നമ്മൾ അനുമോളുടെ കമന്റിന് താഴെ, അല്ല അനുമോളുടെ ഒരു വീഡിയോ വന്നു, താഴെ പോയിട്ട് ഞാനൊക്കെ വെറുതെ കുണ്ണുമോൾ ലവ് എന്നൊക്കെ ഇടും, വെറുതെ രസത്തിന്. അപ്പൊ അടിയിൽ വരും, നീ അക്ബറിന്റെ PR തെണ്ടി എന്നൊക്കെ വരിക. അതാണ് ഏറ്റവും ചെറുത് ഞാൻ പറയാൻ പറ്റിയൊരു സാധനം. അതിന്റെ അടിയിലൊരു 15-20 കമന്റ്സ് വരും, ഒരുത്തൻ നെഗറ്റീവ് ഇട്ടാ മതി, അപ്പൊ ബാക്കിയുള്ളവർക്ക് ധൈര്യമായി ഫ്രീഡായി കമന്റ് ബോക്സ് കയറിഞ്ഞിറങ്ങും. ആദ്യമൊക്കെ നെഗറ്റീവ് വരുമ്പോ ഇതെന്തെങ്കിലും വരുന്നുള്ള ഒരു ഫീൽ ഉണ്ട്. നമുക്കത് ആദ്യമില്ല അവസാനമില്ല, ഞങ്ങൾ കൊല്ലങ്ങളായിട്ട് കേട്ടോണ്ടിരിക്കുന്ന സാധനം. ഇത് ഇന്നലെ തുടങ്ങിയതല്ല, സോഷ്യൽ മീഡിയയില് അങ്ങനെ മൂർച്ഛിച്ചു മാത്രം.
അങ്ങനെ ഒരു പേടി എന്തെങ്കിലും കാര്യം സോഷ്യൽ മീഡിയ വന്ന് പറയാനോ അല്ലെങ്കിൽ അങ്ങനെ ഒരു പേടി നമുക്കില്ല. ഉള്ള പോലെ പറയും മാത്രമേ ഉള്ളൂ. അതിനിപ്പോൾ തെറി വിചാരിച്ചിട്ടൊന്നും പറയാണ്ടിരിക്കില്ല, ഒക്കെ പറയും. ഒക്കെ ഞങ്ങൾ അക്ബർക്കാടെ പോലെ തന്നെയാണ് ഞങ്ങളും, എല്ലാം പറയുന്ന ആൾക്കാരാണ്. ലൈഫിൽ ഒരു ടേണിംഗ് പോയിന്റ് ആയത് മറ്റേ പട്ടുറുമാലി പോയത് തന്നെയായിരിക്കും. അതെ, കുറച്ചൊക്കെ. അപ്പൊ ബാക്കി ടേണിംഗ് പോയിന്റ് എന്ന് പറയാൻ മാത്രം ഇല്ല, അത് നല്ലൊരു മൊമെന്റ് വന്നു. അത് ലൈഫിനെ കുറച്ച് പാട്ടിനെ നമ്മൾ അതുവരെ കണ്ടിരുന്ന സീരിയസ്നെസ് കൂടി. ഗാനമേളക്ക് പോകുന്ന പാട്ടുകാർക്ക് ഒരു പ്രശ്നമുണ്ട്, കുറെ കൂടെ ആൾക്കാരെ അറിയാൻ തുടങ്ങി. അതുണ്ട്. പിന്നെ നമുക്ക് ഗാനമേളക്കൊക്കെ പോകുന്ന ആൾക്കാരല്ലേ, അപ്പൊ എങ്ങനെയാണ് ഇപ്പൊ ഇന്നൊരു പാട്ട് ട്രെൻഡിങ് ആയാൽ നാളെ അത് സ്റ്റേജിൽ പാടും എല്ലാരും. ഇപ്പൊ ഇന്നൊരു ഫീലിങ്സ് ഇറങ്ങി നോട്ടിക്കോ, അതുണ്ട് ഫീലിങ്സ് ഇറങ്ങിയ നാളെ നമുക്കത് പാടണം ഡ്യൂറ്റ്. അപ്പൊ ഇന്ന് തന്നെ പഠിക്കുമോ പാട്ട്, നാളെ പോയി പാടും. അപ്പൊ എന്തായാലും ഒറിജിനൽ പോലെ ആവില്ല പഠിച്ചിട്ടുണ്ടാവുക. റിയാലിറ്റി ഷോയിൽ വന്നാൽ ആ ഇടപാട് അവിടെ നടക്കില്ല. ഒറിജിനൽ എന്താണ് അതേപോലെ പാടേണ്ടി വരും. അതേപോലെ പാടിയില്ലെങ്കിലും അതേപോലെ പഠിക്കാനുള്ള ശ്രമങ്ങൾ നടത്തേണ്ടി വരും. അപ്പൊ പാട്ടിനുള്ള അപ്രോച്ച് മാറി. പിന്നെ കുറച്ചും കൂടി അടുത്ത റിയാലിറ്റി ഷോ വന്നപ്പോൾ കുറച്ചും കൂടി പഠിക്കാൻ ടെക്നിക്കുകൾ പഠിച്ചു തുടങ്ങും നമ്മൾ. അതാണ് കുറെ കാര്യങ്ങൾ. പിന്നെ ഇപ്പോൾ ഡിക്ഷനൊക്കെ ആണെങ്കിൽ ഇപ്പോൾ ഇവരിപ്പോൾ ഹിന്ദി ഇവനെ എഴുതുന്ന ആളാണ്. ഞാൻ ഹിന്ദി പാടുന്നതിൽ ഇപ്പോൾ ഗാനമേളക്ക് പാടുന്ന പോലെ എനിക്ക് പോയിട്ട് റിയാലിറ്റി ഷോയിൽ പാടാൻ പറ്റില്ല. കാരണം അവിടെയുള്ള കമ്പോസേഴ്സിനും അവിടെയുള്ള പാട്ടുകാർക്കും നല്ല ഇതിനെക്കുറിച്ച് ബോധം ഉണ്ടാവും. നമ്മൾ ഇവരോട് തന്നെ ചോദിക്കും, ഇത് ഇങ്ങനെയാണോ ഡിക്ഷൻ, ഇപ്പോൾ ഒരു പറഞ്ഞു തരുമോ, അങ്ങനെയല്ല, ഇങ്ങനെ പാടണം. ഒരുപാട് കാര്യങ്ങളിൽ ലാംഗ്വേജസിൽ നമ്മൾ പഠിക്കും, പാട്ടിൻ്റെ അപ്രോച്ചിലും പഠിക്കും. അതാണ് എനിക്ക് തോന്നുന്നത് പാട്ടിലാണ് കുറച്ചുകൂടി ഇമ്പ്രൂവ് ആയെന്ന് തോന്നുന്നത്. പിന്നെ ഫിനാൻഷ്യലിയും കുറച്ചായിട്ടുണ്ട്. ആൾക്കാർ കുറച്ചൊക്കെ ഇങ്ങനെ മലബാർ ഏരിയയിലൊക്കെ പോയാൽ തിരിച്ചറിയും. അവിടെ സപ്പോർട്ടും കാര്യങ്ങളൊക്കെ എങ്ങനെയായിരുന്നു? നാട്ടിലെൻ്റെ എനിക്കൊരു നല്ലൊരു ക്ലബ്ബ് ഉണ്ട്, നല്ലൊരു കമ്മ്യൂണിറ്റി ഒക്കെ ഉണ്ട്. ഏകദേശം ഒരു 300 പേരുള്ള ഒരു ക്ലബ്ബ് ഉണ്ട്, കോസ്മോസ് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അവിടുന്ന് എനിക്ക് നല്ല സപ്പോർട്ടാണ്. ഞാൻ കയറിയ സമയത്തൊക്കെ എനിക്ക് ഡ്രസ്സ് എടുക്കാനൊന്നും പൈസ ഉണ്ടാവില്ല. 5 പാട്ടൊക്കെ ഉണ്ടാവും ചിലപ്പോ. 5 ഡ്രസ്സ് എടുക്കണം. 5 ഡ്രസ്സിന് എന്താ വെച്ചാല് ചില ഒരു ബ്ലാക്ക് പാന്റ് ഉണ്ടെങ്കിൽ നമ്മൾ വിചാരിക്കും അടുത്തതിന് ബ്ലാക്ക് പാന്റ് തന്നെ ഇട്ട് വരാന്ന്. ക്രൂവിലുള്ള ഒരു സമ്മതിക്കില്ല, അവരെന്തോ ദേഷ്യമുള്ള മാതിരിയാണ്. ഇത് മാറ്റി ആ ബ്ലാക്ക് ഇന്നലെ അല്ല. പിന്നെ കോസ്റ്റ്യൂംസിന് വേണ്ടി ആളുണ്ടാവുമല്ലോ അവിടെ, അപ്പൊ മാറ്റാൻ പറയും. അപ്പൊ ഡ്രസ്സ് എടുക്കണമെങ്കിൽ പൈസ വേണം. അപ്പൊ എന്റെ ക്ലബ് തന്നെ ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ആ സമയത്തൊക്കെ ഡ്രസ്സ് എടുത്ത് തരാന്, കുറേ ഡ്രസ്സ് കോസ്റ്റ്യൂംസ് കേട്ടസി ഒക്കെ ചെയ്തു തരാനോ അതിനൊക്കെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് എൻ്റെ ക്ലബ്ബ്. അപ്പൊ എനിക്കത് കുറെ ഹെൽപ്പായിരുന്നു. പിന്നെ അക്ബർക്ക് തന്നെ എനിക്ക് ഇപ്പോഴാണ് അത് പറയുന്നത്, അക്ബർക്ക് എനിക്ക് കുറേ കോസ്റ്റ്യൂംസ് എടുത്ത് തന്നിട്ടുണ്ട്. പട്ടുമാലയൊക്കെ പാടിയ സമയത്ത് സെമി ഫൈനലിൻ്റെ സമയത്തൊക്കെ 5 കോസ്റ്റ്യൂം 6 കോസ്റ്റ്യൂം ഒക്കെ വേണ്ടപ്പോൾ 3-4 കോസ്റ്റ്യൂം എടുക്കാനുള്ള പൈസ ഒക്കെ അക്ബർക്കാണ് തന്നതൊക്കെ. അപ്പം അങ്ങനെ കുറേ അക്ബർക്ക് ഹെൽപ്പ് ചെയ്തിരുന്നു. കാരണം ആൾക്കറിയാം ഇതിൻ്റെ ഒരു ബുദ്ധിമുട്ട് എന്താണെന്ന് ആൾ കുറേ അനുഭവിച്ച് വന്നതുകൊണ്ട് ഞാൻ നന്നായിട്ട് ഹെൽപ്പ് ചെയ്തിരുന്നു. പക്ഷെ ആ ടൈമിലൊക്കെ ഒത്തിരി കഷ്ടപ്പെട്ടാലും ഇപ്പോൾ ഒരു അത്യാവശ്യം കൊള്ളാവുന്ന ലെവലിൽ എത്തിയല്ലോ. കുഴപ്പമില്ല, കൊള്ളാം. കോൺഫിഡൻസ് ഇപ്പൊ മന്തിയിലോട്ട് മാറിയിട്ടില്ലേ? സൂപ്പർ സ്റ്റാർ കഴിയുന്നോട് കൂടിയിട്ട് മാറും. അല്ല, മന്തി ഇപ്പൊ സത്യം പറയട്ടെ പൈസ വേണമെന്നില്ല. നമ്മളെ ഫുഡ് കഴിക്കാൻ ഞങ്ങളെ ഇടയിൽ ഞങ്ങൾക്കൊരു സംഭവം ഉണ്ട്, എവിടുന്നേലും തെണ്ടിട്ടാണ് നല്ല ഫുഡ് കഴിക്കും. അത് ഞങ്ങൾക്കൊരു വാശിയാണ്. കൊച്ചിയിലുള്ള എല്ലാ പിന്നെ ഇവരൊക്കെ മലപ്പുറംകാരാണ്, അത് ഫുഡിന്റെ ഏരിയന്ന് വരുന്ന ആൾക്കാർ. ഇവർക്ക് ഫുഡില്ലാണ്ട് പറ്റില്ല. അപ്പൊ ഇവരെ കൂടെ നിൽക്കുമ്പോൾ നമ്മളും ആ ഒരു മൂഡാവും. അങ്ങനെ പട്ടിണി എടുക്കുന്ന ആ മൂഡും നമുക്കില്ല. നല്ല ഫുഡ് കഴിച്ച് ഇപ്പോഴാണ് കുറച്ച് ഡയറ്റ്. അപ്പൊ ഞങ്ങൾ ഡയറ്റാണ്. അക്ബർക്ക് ഭയങ്കര ഡയറ്റ് ആയിരുന്നു പോണതിന് മുമ്പ്. അപ്പൊ നമ്മളും അതൊക്കെ പിടിച്ചു, കുറച്ച് ഡയറ്റ് ഒക്കെ ആയി. ഞങ്ങള് കുറച്ച് തടിയൊക്കെ ഉണ്ടായിരുന്നു. ഞങ്ങള് തടി ഒന്ന് കുറഞ്ഞതാ. എന്നാലും ഇടക്ക് ഇങ്ങനെ പഴയ മന്തിയുടെ ഓർമ്മകൾ പുതുക്കാൻ ആഴ്ചയിൽ ഒരു വട്ടം മന്തിയൊക്കെ കഴിക്കും. ഇന്നലെ പോയിരുന്നു കഴിക്കാൻ. പള്ളി പോയതിന് ശേഷം അപ്പൊ ഇനിയിപ്പൊ അക്ബർക്ക് തിരിച്ചു വന്നതിന് ശേഷം പുതിയ പ്രൊജക്ട് ഒക്കെ ഓൺ ആക്കിയിട്ട് എല്ലാവരും സെറ്റ് ആയിട്ട് അങ്ങോട്ട് മുന്നോട്ട് പോകും. തീർച്ചയായിട്ടും ഈ സർക്കിള് ഇതേപോലെ വൻ ഹിറ്റിലോട്ട് കുതിക്കും. എന്തായാലും കുതിക്കും. അതാണ് ഒരു ആഗ്രഹമില്ലാത്ത മാതിരി പറയുന്നത്. അങ്ങനെ തോന്നിയോ? ഇല്ലല്ലോ, ഉഷാറാവട്ടെ, കലക്കട്ടെ. വിഷ് യു ഓൾ ദി ബെസ്റ്റ്. ഒരു പാട്ടോട് കൂടി നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം. ആയിക്കോട്ടെ. പാടിക്കോ. ഇത് പാട്ട് പാടും അക്ബർക്ക? കവാലി പാടണം. വേണ്ട, അടിച്ചുപൊളിയാലോ. എന്നെ പാടിയല്ലോ. വേണോ? ഞങ്ങൾക്കറിയില്ല, നീ എനിക്കറിയില്ല. സത്യം പറയാം, പഠിച്ച പാട്ടല്ലേ? എനിക്ക് റൈറ്റ്സുള്ള പാട്ടല്ലേ വേണ്ടേ? സരിഗമയുടെ പാട്ടാണ്. എന്നടി നോക്കുമ്പോ സരിഗമയുടെ റൈറ്റ്സുള്ള പാട്ട്. എനിക്ക് റൈറ്റ്സുള്ള പാട്ടേ പറ്റുള്ളൂ. അടിയന്നടി റാക്കമ്മ പല്ലാക്ക് നെളിപ്പ് എന്നെഞ്ച് കുലുങ്കുതടി சிறு கண்ணாடி மூக்குத்தி மாணிக்க செவப்பு மச்சான இழுக்குதடி அடியன்னடி ராக்கம்மா பல்லாக்கு நெளிப்பு என் நெஞ்சு குலுங்குதடி
சிறு கண்ணாடி மூக்குத்தி மாணிக்க செவப்பு மச்சான இழுக்குதடி. ആ കൊള്ളാം. നിങ്ങൾക്ക് ഒരു പഞ്ച് കിട്ടില്ലേ ഇപ്പൊ? എനർജി കിട്ടില്ല. പിന്നെ വൈൻഡ് പിന്നെ എനർജി അപ്പൊ ഓക്കെ, താങ്ക് യു, വിഷ് യു ഓൾ ദി ബെസ്റ്റ് ഗൈസ്. താങ്ക് യു സോ മച്ച്. അല്ല പിന്നെ ഒരു സംഭവം നമ്മൾ മറന്ന് അതിന്റെ പറയല്ലേ, പേരൊക്കെ ഒന്ന് പറഞ്ഞിട്ട് പോ. എന്റെ പേര് ഞാൻ തുടക്കത്തിൽ പറഞ്ഞില്ലേ? പറഞ്ഞോ? ഇടിട്ടു. അയ്യോ ഞാൻ മറന്നതാണോ? ഞാൻ മറക്കൂല. നീ മറക്കൂല. എനിക്ക് കല്യാണം കഴിഞ്ഞ ചെറിയ മറവിണ്ട്. അതാ വൈഫ് തല്ലും. അവനത് കഴിക്കാത്ത കാരണം കൊണ്ട് അവന് മറവില്ല. ഞങ്ങൾ രണ്ടാളും മാരീഡാണ്. അവൻ കഴിക്കാൻ ആഗ്രഹമുണ്ട്. പുള്ളി കഴിച്ചിട്ടുണ്ടെങ്കിലും പേര് ഓർമ്മ ആൾക്ക്. എനിക്ക് ഓർമ്മയില്ല. അപ്പൊ അങ്ങനെ അപ്പൊ നീ ശരിക്കും വൈൻഡപ്പ് ചെയ്തിട്ട് ശരിക്കും പേരൊക്കെ പറഞ്ഞു വൈൻഡപ്പ്. പേരൊക്കെ പറഞ്ഞു. പിന്നെ ഞാൻ വൈൻഡപ്പ് ചെയ്യാറില്ല. നിങ്ങൾ വൈൻഡപ്പ് കൊടുത്തോ, അതായിരിക്കും ഒരു വെറൈറ്റി. ഓക്കെ. അപ്പൊ ഇതിന്റെ ഈ പോഡ്കാസ്റ്റിന്റെ പേര് എന്തായിരുന്നു? അല്ല പറ പേര്. സൗണ്ട്. അപ്പൊ ഞങ്ങൾ ശില്പ. അപ്പോ നമ്മുടെ ദ സൗണ്ടിന്റെ പോഡ്കാസ്റ്റ് ഇവിടെ അടിപൊളിയായിട്ട് കഴിഞ്ഞിരിക്കുകയാണ്. പിന്നത്തെ എപ്പിസോഡ് ഇവിടെ വൈൻഡപ്പ് ചെയ്യണം. അതുവരെ എല്ലാവർക്കും ബൈ.